തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ ദേവസ്വം മന്ത്രിക്ക് ഇളവ് നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവ്. ശബരിമലയിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് ഇളവ്. ഉന്നതതല യോഗം ചേരാൻ മന്ത്രിയെ അനുവദിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. ശ്യാം ദേവരാജ് വിവരങ്ങൾ നൽകും. ശ്യാം, ഏകോപനത്തിൽ വീഴ്ച പറ്റിയതിൽ മന്ത്രിക്ക് ഇടപെടുന്നതിലുള്ള ഒരു തടസ്സം അതൊരു പ്രധാന കാരണമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പോൾ അതിലാണോ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു ഇളവ് എന്ന രൂപത്തിലുള്ള കാര്യം വന്നിരിക്കുന്നത്? അതൊരു ഉത്തരവാണോ? സ്മൃതി, ഇത് ഹൈക്കോടതി ഇന്ന് നിരവധി വിമർശനങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരുന്നു. അതിന്റെ ഇടക്കാല ഉത്തരവ് പുറത്തു വരുമ്പോഴാണ് ഈ രീതിയിൽ ദേവസ്വം മന്ത്രിക്ക് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ ഇളവ് നൽകണമെന്ന കാര്യം ഹൈക്കോടതി നിർദ്ദേശം നൽകുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ രീതിയിലുള്ള ഒരു നിർദ്ദേശം. ഇടക്കാല ഉത്തരവിലൂടെയാണ് ദേവസ്വം ബെഞ്ച് ഈ നിർദ്ദേശം നൽകുന്നത്. ശബരിമലയിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് ഇളവ്. ഉന്നതതല യോഗം ചേരാൻ മന്ത്രിയെ അനുവദിക്കണം എന്ന ഒരു കാര്യവും കൂടി ഹൈക്കോടതി നിർദ്ദേശിക്കുന്നുണ്ട്. ഏകോപനം അടിയന്തരമായി വേണ്ട ഘട്ടമാണിത് എന്നാണ് ഹൈക്കോടതി നിരീക്ഷിക്കുന്നത്. എന്നാൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ നിന്ന് മന്ത്രി വിട്ടുനിൽക്കണമെന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഇടക്കാല ഉത്തരവിൽ. മറ്റൊന്ന്, ശബരിമലയിലെ അനിയന്ത്രിത തിരക്കിന്റെ പശ്ചാത്തലത്തിൽ വിദഗ്ധ സമിതി രൂപീകരിക്കണം എന്നാണ് ഇടക്കാല ഉത്തരവ്. അടിസ്ഥാന സൗകര്യവും തിരക്ക് നിയന്ത്രണവും വിദഗ്ധ സമിതിയുടെ കീഴിൽ കൊണ്ടുവരണം. വിദഗ്ധ സമിതി വിവരശേഖരണം നടത്തി വിവിധ സോണുകളായി തിരിച്ച് ഉൾപ്പെടാവുന്ന ഭക്തരുടെ എണ്ണം കണക്കാക്കണം. ഭക്തരുടെ എണ്ണം 1,00,000 കടന്നാൽ അത് റെഡ് സോണായി കണക്കാക്കണം. ദേവസ്വം ബോർഡ് തുടർന്ന് വേഗത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കണം എന്ന നിർദ്ദേശവും കൂടി ഹൈക്കോടതി നൽകിയിട്ടുമുണ്ട്. നേരത്തെ തന്നെ കാനനപാത വഴിയുള്ള തീർത്ഥാടകരുടെ എണ്ണം 5,000 ചുരുക്കിയിരുന്നു. അതിന്റെ വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇതിൽ ഏകോപന യോഗം മന്ത്രിക്ക് വിളിച്ചു ചേർക്കാം എന്ന കാര്യമാണ് ഹൈക്കോടതി എന്തായാലും ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഏകോപന യോഗം വിളിക്കുന്നതിൽ പെരുമാറ്റച്ചട്ട വിലക്കില്ല എന്നുകൂടി ഹൈക്കോടതി എന്തായാലും ഈ ഇടക്കാല ഉത്തരവിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ശരി, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.